ഓം ശാന്തി 21-2-2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, പദവിയോടുകൂടി പാസ്സാകണമെങ്കിൽ ബുദ്ധിയോഗം അല്പം പോലും എവിടെയും അലയരുത്. ഒരു ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കണം. ദേഹത്തെ ഓർമ്മിക്കുന്നവർക്ക് ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. ചോദ്യം: ഏറ്റവും ഉയർന്ന ലക്ഷ്യം ഏതാണ്? ഉത്തരം: ആത്മാവ് ജീവിച്ചിരിക്കെ മരിച്ച് ഒരു ബാബയുടേതായി മാറണം. വേറെ ആരുടെയും ഓർമ്മ വരരുത്. ദേഹാഭിമാനം തീർത്തും വിട്ടുപോകണം. ഇതുതന്നെയാണ് ഉയർന്ന ലക്ഷ്യം. നിരന്തരമായി ദേഹി അഭിമാനി അവസ്ഥ ഉണ്ടാവണം. ഇതാണ് വലിയ ലക്ഷ്യം. ഇതിലൂടെ കർമാതീത അവസ്ഥ പ്രാപ്തമാകും. ഗീതം: അങ്ങ് സ്നേഹത്തിന്റെ സാഗരമാണ്. ഓം ശാന്തി. ഇപ്പോൾ ഈ ഗീതവും തെറ്റാണ്. സ്നേഹത്തിന് പകരം ജ്ഞാനത്തിന്റെ സാഗരൻ എന്നാണ് വേണ്ടത്. സ്നേഹത്തിന്റെ ഒരു പാത്രമൊന്നും ഉണ്ടാവുകയില്ല. ഗംഗാജലത്തിന്റെ പാത്രമാണ് ഉണ്ടാവുക. അത് ഭക്തിമാർഗത്തിലെ മഹിമയാണ്. ഇത് തെറ്റാണ്, അതാണ് ശരി. ബാബ ആദ്യമാദ്യം ജ്ഞാനത്തിന്റെ സാഗരനാണ്. കുട്ടികളിൽ അല്പമെങ്കിലും ജ്ഞാനമുണ്ടെങ്കിൽ ഒരുപാട് ഉയർന്ന പദവി പ്രാപ്തമാകുന്നു. കുട്ടികൾക്കറിയാം, ഇപ്പോൾ ഈ സമയം നമ്മൾ വാസ്തവത്തിൽ ചൈതന്യ ദിൽവാഡ ക്ഷേത്രത്തിലെ പോലെയാണ്. അത് ജഡമായ ദിൽവാഡ ക്ഷേത്രമാണ്. ഇത് ചൈതന്യത്തിലുള്ള ദിൽവാഡയാണ്. ഇതും അത്ഭുതം തന്നെയല്ലേ? എവിടെ ജഡമായ ഓർമ്മചിഹ്നമുണ്ടോ അവിടെ നിങ്ങൾ ചൈതന്യത്തിലുള്ളവർ വന്നിരിക്കുകയാണ്. പക്ഷെ മനുഷ്യർ ഒന്നും മനസ്സിലാക്കുന്നില്ല. മുന്നോട്ടു പോകുമ്പോൾ മനസ്സിലാക്കും, ഇത് ഈശ്വരനാൽ സ്ഥാപിക്കപ്പെട്ട വിദ്യാലയമാണ്. ഇവിടെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ഇതിലും വലിയ വിദ്യാലയം വേറെ ഉണ്ടാകുക സാധ്യമല്ല. ഒപ്പം ഇതും മനസ്സിലാക്കും, ഇത് വാസ്തവത്തിൽ ചൈതന്യ ദിൽവാഡ ക്ഷേത്രമാണ്. ഈ ദിൽവാഡ ക്ഷേത്രം നിങ്ങളുടെ കൃത്യമായ ഓർമ്മചിഹ്നമാണ്. മുകളിൽ സൂര്യവംശികളും ചന്ദ്രവംശികളുമുണ്ട്. താഴെ ആദിദേവനും ആദിദേവിയും കുട്ടികളുമാണ് ഇരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേരാണ് ബ്രഹ്മ. പിന്നെ സരസ്വതി, ബ്രഹ്മാവിന്റെ മകൾ. പ്രജാപിത ബ്രഹ്മാവിന് തീർച്ചയായും ഗോപഗോപികമാരും ഉണ്ടായിരിക്കുമല്ലോ. അത് ജഡചിത്രമാണ്. ഏതാണോ കടന്നുപോയത് പിന്നീട് അതിന്റെ ചിത്രമുണ്ടാക്കിയിരിക്കുകയാണ്. ആരെങ്കിലും മരിക്കുമ്പോൾ ഉടൻ അവരുടെ ചിത്രം ഉണ്ടാക്കുന്നു. അവരുടെ പദവിയെയോ ചരിത്രത്തെയോ അറിയുന്നില്ല. കർത്തവ്യത്തെക്കുറിച്ച് എഴുതുന്നില്ല എങ്കിൽ ആ ചിത്രം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അറിയാൻ സാധിക്കും, ഇന്നയാൾ ഈ കർത്തവ്യം ചെയ്തു. ഇപ്പോൾ ഈ ദേവതകളുടെ ക്ഷേത്രങ്ങളുണ്ട്. അവരുടെ കർത്തവ്യം, ജീവചരിത്രം ഇവയൊന്നും ആർക്കും അറിയില്ല. ഉയർന്നതിലും ഉയർന്ന ശിവബാബയെ ആരും അറിയുന്നില്ല. ഈ സമയം നിങ്ങൾ കുട്ടികൾ എല്ലാവരുടെയും ജീവചരിത്രത്തെക്കുറിച്ച് അറിയുന്നു. ഉയർന്നതിലും ഉയർന്നത് ഭഗവാനാണ്. ശിവരാത്രിയും ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ശിവന്റെ അവതരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എപ്പോഴാണ് ഉണ്ടായത്? ശിവൻ എന്താണ് ചെയ്തത്? ഇതാർക്കും തന്നെ അറിയില്ല. ശിവനോടൊപ്പം ബ്രഹ്മാവുമുണ്ട്. ആദിദേവൻ അല്ലെങ്കിൽ ആദിദേവി ആരാണ്? അവർക്കിത്രയും കൈകൾ എന്തുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്? എന്തുകൊണ്ടെന്നാൽ വർദ്ധിക്കുന്നുണ്ടല്ലോ. പ്രജാപിത ബ്രഹ്മാവിലൂടെ എത്ര വൃദ്ധിയാണ് ഉണ്ടാവുന്നത്? ബ്രഹ്മാവിനെക്കുറിച്ച് തന്നെയാണ് 100 കൈകൾ 1000 കൈകളുള്ളവൻ എന്ന് പറയുന്നത്. വിഷ്ണു അഥവാ ശങ്കരന് ഇത്രയും കൈകളുണ്ടെന്ന് പറയാറില്ല. ബ്രഹ്മാവിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് പറയുന്നത്?
ഇത് പ്രജാപിത ബ്രഹ്മാവിന്റെ തന്നെ മുഴുവൻ വംശാവലിയല്ലേ? ഇത് കൈകളുടെ കാര്യമൊന്നുമല്ല. അവർ പറയുന്നുണ്ട് 1000 കൈകളുള്ള ബ്രഹ്മാവ്. പക്ഷെ അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലായി നോക്കൂ. ബ്രഹ്മാവിന് എത്ര കൈകളാണ്? ഇതാണ് പരിധിയില്ലാത്ത കൈകൾ. പ്രജാപിത ബ്രഹ്മാവിനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ കർത്തവ്യത്തെക്കുറിച്ച് അറിയില്ല. ആത്മാവിന് കൈകളില്ല, ശരീരത്തിനാണ് കൈകളുള്ളത്. ഇത്രയും കോടിക്കണക്കിന് സഹോദരന്മാരാണുള്ളതെങ്കിൽ അവരുടെ എല്ലാം കൈകൾ എത്രയായി? പക്ഷെ ആദ്യം ആരെങ്കിലും പൂർണമായ രീതിയിൽ ജ്ഞാനം മനസ്സിലാക്കിയ ശേഷം വേണം ഈ കാര്യങ്ങളെല്ലാം കേൾപ്പിക്കാൻ. ആദ്യമാദ്യം മുഖ്യമായ കാര്യം ഇതാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ഒപ്പം സമ്പത്തിനെയും ഓർമ്മിക്കൂ. പിന്നീട് ജ്ഞാനത്തിന്റെ സാഗരനെന്നും മഹിമ പാടിയിട്ടുണ്ട്. എത്ര അളവറ്റ പോയിന്റുകളാണ് കേൾപ്പിക്കുന്നത്. ഇത്രയധികം പോയിന്റുകളൊന്നും ഓർമ്മിച്ചു വെക്കാൻ സാധിക്കില്ല. സാരം ബുദ്ധിയിൽ അവശേഷിക്കും. അവസാനം സാരമായി മാറുന്നത് മന്മനാഭവയാണ്. കൃഷ്ണനെ ജ്ഞാനത്തിന്റെ സാഗരനെന്ന് പറയില്ല. കൃഷ്ണൻ രചനയാണ്. രചയിതാവ് ഒരേ ഒരു ബാബയും. ബാബ തന്നെയാണ് എല്ലാവർക്കും സമ്പത്ത് നൽകുന്നത്, വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ബാബയുടെ അഥവാ ആത്മാക്കളുടെ വീടാണ് ശാന്തിധാമം. വിഷ്ണുപുരിയെ ബാബയുടെ വീടെന്ന് പറയില്ല. എവിടെയാണോ ആത്മാക്കൾ വസിക്കുന്നത് ആ വീടാണ് മൂലവതനം. ഈ എല്ലാ കാര്യങ്ങളും വിവേകശാലികളായ കുട്ടികൾ തന്നെയാണ് ധാരണ ചെയ്യുന്നത്. ഇത്രയും ജ്ഞാനവും അവരുടെ ബുദ്ധിയിൽ ഓർമ്മ നിൽക്കുക സാധ്യമല്ല. ഇത്രയും ഒന്നും എഴുതാനും സാധിക്കില്ല. എല്ലാവരുടെയും ഈ മുരളികളെല്ലാം ഒന്നിച്ചു വെക്കുകയാണെങ്കിൽ പോലും ഈ മുഴുവൻ ഹാളിനേക്കാളും കൂടുതലായിരിക്കും. മറ്റ് പഠിപ്പിലും എത്രയധികം പുസ്തകങ്ങളാണ്. പരീക്ഷ പാസ്സായി എങ്കിൽ സാരം ബുദ്ധിയിലിരിക്കും. വക്കീൽ പരീക്ഷ പാസ്സായി ഒരു ജന്മത്തേക്ക് അല്പകാലത്തെ സുഖം പ്രാപ്തമാകുന്നു. അതാണ് വിനാശി സമ്പാദ്യം. ഈ ബാബ നിങ്ങളെക്കൊണ്ട് ഭാവിയിലേക്ക് വേണ്ടി അവിനാശി സമ്പാദ്യം ഉണ്ടാക്കിക്കുന്നു. ബാക്കി ഏതെല്ലാം ഗുരുക്കന്മാരും സന്യാസിമാരുമുണ്ടോ അവരെല്ലാവരും വിനാശി സമ്പാദ്യമാണ് ഉണ്ടാക്കിക്കുന്നത്. വിനാശത്തിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമ്പാദ്യം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ പറയും സമ്പാദ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇല്ല, ഇതെല്ലാം അവസാനിക്കാൻ പോകുന്നതാണ്. മുൻപ് രാജാക്കന്മാർ മുതലായവരുടെ സമ്പാദ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അതുമില്ല. നിങ്ങളുടെ സമ്പാദ്യമാണെങ്കിൽ എത്ര കാലത്തേക്കുണ്ടാകുന്നു? നിങ്ങൾക്കറിയാം, ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ നാടകമാണ്. നിങ്ങളിൽ പോലും ധാരണയുണ്ടാകുന്നവർ നമ്പർ വൈസാണ്. പലരും ഒട്ടും മനസ്സിലാക്കുന്നില്ല. പലരും പറയുന്നുണ്ട്, ഞങ്ങൾ മിത്രസംബന്ധികൾക്കെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലും അല്പകാലത്തിന്റേതായില്ലേ? മറ്റുള്ളവർക്ക് പ്രദർശനികളിലെല്ലാം എന്തുകൊണ്ടാണ് മനസ്സിലാക്കി കൊടുക്കാത്തത്? പൂർണമായി ധാരണയില്ല. ഞാൻ കേമനാണ് എന്ന് കരുതരുത്. സേവനത്തിൽ താൽപര്യമുണ്ടെങ്കിൽ ആരാണോ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നത് അവരിൽ നിന്നും കേൾക്കണം. ബാബ ഉയർന്ന പദവി പ്രാപ്തമാക്കി തരാൻ വന്നിരിക്കുകയാണെങ്കിൽ പുരുഷാർത്ഥം ചെയ്യണമല്ലോ. പക്ഷേ ഭാഗ്യത്തിലില്ല എങ്കിൽ ശ്രീമത്ത് പോലും അംഗീകരിക്കുകയില്ല. പിന്നീട് പദവിയും ഭ്രഷ്ടമാകുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാ പ്രകാരത്തിലുള്ളവരും വേണമല്ലോ. കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലർ നല്ല പ്രജകളാകുകയും ചിലർ താഴെയുള്ളവരാകാൻ പോകുന്നവരുമാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ദിൽവാഡ ക്ഷേത്രത്തിൽ രാജാക്കന്മാരുടെ ചിത്രമുണ്ടല്ലോ.
ആരാണോ പൂജ്യരായി മാറുന്നത് അവർ തന്നെയാണ് പിന്നീട് പൂജാരിയായി മാറുന്നത്. രാജാവിന്റെയും റാണിയുടെയും പദവി ഉയർന്നതല്ലേ? പിന്നീട് വാമമാർഗത്തിലേക്ക് വരുന്നു. അപ്പോഴും രാജ്യവും വലിയ വലിയ ധനവാന്മാരുമുണ്ട്. ജഗന്നാഥ ക്ഷേത്രത്തിൽ എല്ലാവർക്കും കിരീടം കാണിച്ചിട്ടുണ്ട്. പ്രജകൾക്ക് കിരീടം ഉണ്ടായിരിക്കില്ല. കിരീടമുള്ള രാജാക്കന്മാർ പോലും വികാരിയായി. സുഖവും സമ്പത്തും അവർക്ക് ഒരുപാടുണ്ടായിരിക്കും. സമ്പത്ത് കുറവും കൂടുതലും ഉണ്ടായിരിക്കും. വജ്രത്തിന്റെ കൊട്ടാരങ്ങളിലും വെള്ളിയുടെ കൊട്ടാരങ്ങളിലും വ്യത്യാസമുണ്ടായിരിക്കും. അതിനാൽ ബാബ കുട്ടികളോട് പറയും, നല്ല പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന പദവി പ്രാപ്തമാക്കൂ. രാജാക്കന്മാർക്ക് സുഖം കൂടുതലായിരിക്കും. അവിടെ, അതായത് സത്യയുഗത്തിൽ, എല്ലാവരും സുഖികളായിരിക്കും. ഇവിടെ എല്ലാവർക്കും ദുഃഖമാണ്. രോഗമെല്ലാം എല്ലാവർക്കും ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. സത്യയുഗത്തിൽ സുഖം തന്നെ സുഖമാണ്. പദവിയും നമ്പർ വൈസാണ്. ബാബ സദാ പറയുന്നു, പുരുഷാർത്ഥം ചെയ്തുകൊണ്ടേയിരിക്കൂ. അലസരായി മാറാതിരിക്കൂ. ഡ്രാമയനുസരിച്ച് ഇവരുടെ സദ്ഗതി ഇതുപോലെ ഇത്ര തന്നെ ഉണ്ടാകൂ എന്ന് പുരുഷാർത്ഥത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. തന്റെ സദ്ഗതിക്ക് വേണ്ടി ശ്രീമത പ്രകാരം നടക്കണം. ടീച്ചറിന്റെ നിർദ്ദേശമനുസരിച്ച് വിദ്യാർത്ഥികൾ നടക്കുന്നില്ല എങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാകില്ല. എല്ലാവരും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണല്ലോ. അഥവാ ചിലർ പറയുകയാണ്, ഞങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ബാക്കി എന്തു പഠിക്കും? പഠിച്ച് സമർത്ഥനായി മാറണം. ഇവർ വളരെ നന്നായി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാലും ശരി, ആത്മാവ് ജീവിച്ചിരിക്കെ മരിച്ച് ഒരു ബാബയുടേതായി മാറണം. വേറെ ആരുടെയും ഓർമ്മ വരരുത്. ദേഹാഭിമാനം ഇല്ലാതാക്കണം. ഇതാണ് ഉയർന്ന ലക്ഷ്യം. എല്ലാം മറക്കണം. പൂർണമായും ദേഹി അഭിമാനി അവസ്ഥ ഉണ്ടാക്കണം. ഇതാണ് വലിയ ലക്ഷ്യം. അവിടെ ആത്മാക്കൾ അശരീരിയാണ്. പിന്നീട് ഇവിടെ വന്ന് ശരീരം ധാരണ ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും ഇവിടെ ഈ ശരീരത്തിലിരുന്നു കൊണ്ടും സ്വയം അശരീരിയാണെന്ന് മനസ്സിലാക്കണം. ഈ പരിശ്രമം വളരെ വലുതാണ്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി കർമാതീത അവസ്ഥയിൽ ഇരിക്കണം. സർപ്പത്തിനും ബുദ്ധിയുണ്ടല്ലോ. പഴയ തോല് ഉപേക്ഷിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ദേഹാഭിമാനത്തിൽ നിന്ന് എത്ര മാറണം? മൂലവതനത്തിൽ നിങ്ങൾ ദേഹി അഭിമാനി തന്നെ ആയിരിക്കും. ഇവിടെ ദേഹത്തിലിരുന്നു കൊണ്ടും സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കണം. ദേഹാഭിമാനം ഇല്ലാതാക്കണം. എത്ര വലിയ പരീക്ഷയാണ്! ഭഗവാൻ സ്വയം വന്ന് പഠിപ്പിക്കേണ്ടി വന്നു. ഇതങ്ങനെ ഒരാൾക്കും പറയാൻ സാധിക്കില്ല. ദേഹത്തിന്റെ എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ച് എന്റേതായി മാറൂ. സ്വയം നിരാകാരി ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഒരു വസ്തുവിലും ആകർഷണം വെക്കരുത്. മായ പരസ്പരം ശരീരത്തിൽ വല്ലാതെ കുടുക്കിക്കളയുന്നു. അതുകൊണ്ട് ബാബ പറയുന്നു, ഈ സാകാരത്തെ പോലും ഓർമ്മിക്കരുത്. ബാബ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ദേഹത്തെ പോലും മറക്കണം. ഒരു ബാബയെ ഓർമ്മിക്കണം. ഇതിലാണ് പരിശ്രമം. മായ നല്ല നല്ല കുട്ടികളെ പോലും നാമരൂപത്തിൽ തൂക്കിയിടുന്നു. ഈ ശീലം വളരെ മോശമാണ്. ശരീരത്തെ ഓർമ്മിക്കുക, ഇത് ഭൂതങ്ങളുടെ ഓർമ്മയാണ്. ഞാൻ പറയുന്നു, ഒരു ശിവബാബയെ ഓർമ്മിക്കൂ. നിങ്ങൾ പിന്നെ 5 ഭൂതങ്ങളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തോട് ഒട്ടും സ്നേഹം ഉണ്ടാവരുത്. ബ്രാഹ്മണിയിൽ നിന്നും പഠിക്കണം. പക്ഷെ അവരുടെ നാമരൂപത്തിൽ കുടുങ്ങരുത്. ദേഹി അഭിമാനി ആകുന്നതിൽ തന്നെയാണ് പരിശ്രമം. ഒരുപാട് കുട്ടികൾ ബാബയ്ക്ക് ചാർട്ട് അയക്കുന്നുണ്ട്. പക്ഷെ ബാബ അതിൽ വിശ്വസിക്കുന്നില്ല. ചിലർ പറയുന്നു, ഞങ്ങൾ ശിവബാബയെ അല്ലാതെ വേറെ ആരെയും ഓർമ്മിക്കുന്നില്ല. പക്ഷെ ബാബയ്ക്കറിയാം,
അല്പം പോലും ഓർമ്മിക്കുന്നില്ല. ഓർമ്മിക്കുന്നതിൽ തന്നെയാണ് പരിശ്രമം. എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിപ്പോകുന്നു. ദേഹധാരിയെ ഓർമ്മിക്കുന്നത് 5 ഭൂതങ്ങളെ ഓർമ്മിക്കുന്നത് പോലെയാണ്. ഇതിനെ ഭൂതപൂജ എന്ന് പറയുന്നു. ഭൂതത്തെ ഓർമ്മിക്കുന്നു. ഇവിടെയാണെങ്കിൽ നിങ്ങൾ ശിവബാബയെയാണ് ഓർമ്മിക്കേണ്ടത്. പൂജയുടെ ഒന്നും കാര്യമില്ല. ഭക്തിയുടെ പേരും അടയാളവും ഇല്ലാതാകുന്നു. പിന്നെ ചിത്രത്തെ എന്തിന് ഓർമ്മിക്കണം? അതെല്ലാം മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ബാബ പറയുന്നു, ഇതെല്ലാം തന്നെ ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ്ടും നിങ്ങളെ പൂജാരിയിൽ നിന്നും പൂജ്യനാക്കി മാറ്റുന്നു. ഒരു ബാബയല്ലാതെ വേറെ ഒരു ശരീരത്തെയും ഓർമ്മിക്കരുത്. ആത്മാവ് എപ്പോഴാണോ പാവനമായി മാറുക, അപ്പോൾ ശരീരവും പാവനമായത് ലഭിക്കും. ഇപ്പോഴാണെങ്കിൽ ഈ ശരീരം പാവനമല്ല. ആദ്യം ആത്മാവ് എപ്പോഴാണോ സതോ പ്രധാനത്തിൽ നിന്നും സതോ രജോ തമോയിലേക്ക് വരുന്നത്, അപ്പോൾ ശരീരവും അതിനനുസരിച്ച് ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് പാവനമായി മാറും. എന്നാൽ ശരീരം ഇപ്പോൾ പാവനമായിട്ടില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈ പോയിന്റുകളും നിങ്ങളുടെ ബുദ്ധിയിൽ ഇരിക്കണം. അത് നല്ല രീതിയിൽ മനസ്സിലാക്കി മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആത്മാവിന് സതോ പ്രധാനമായി മാറണം. ബാബയെ ഓർമ്മിക്കുന്നതിൽ തന്നെയാണ് വലിയ പരിശ്രമമുള്ളത്. പലർക്കും അല്പം പോലും ഓർമ്മ നിലനിൽക്കുന്നില്ല. പദവിയോടെ പാസ്സാകുന്നതിനു വേണ്ടി ബുദ്ധിയോഗം അല്പം പോലും എവിടെയും കുടുങ്ങരുത്. ഒരു ബാബയുടെ മാത്രം ഓർമ്മയിലിരിക്കൂ. പക്ഷെ കുട്ടികളുടെ ബുദ്ധിയോഗം അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം അനേകരെ തനിക്ക് സമാനമാക്കി മാറ്റുന്നുവോ അത്രത്തോളം പദവിയും ലഭിക്കും. ദേഹത്തെ ഓർമ്മിക്കുന്നവർക്ക് ഒരിക്കലും ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. ഇവിടെയാണെങ്കിൽ പദവിയോടെ പാസ്സാകണം. പരിശ്രമിക്കാതെ ഈ പദവി എങ്ങനെ ലഭിക്കും? ദേഹത്തെ ഓർമ്മിക്കുന്നവർക്ക് ഒരു പുരുഷാർത്ഥവും ചെയ്യാൻ സാധിക്കില്ല. ബാബ പറയുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നവരെ ഫോളോ ചെയ്യൂ. ഇദ്ദേഹവും പുരുഷാർത്ഥിയാണല്ലോ. ഇത് വളരെ വിചിത്രമായ ജ്ഞാനമാണ്. ലോകത്തിൽ ആർക്കും തന്നെ അറിയില്ല ആത്മാവിന് മാറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന്. ആരുടെയും ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. ഇത് മുഴുവൻ ഗുപ്തമായ പരിശ്രമമാണ്. ബാബയും ഗുപ്തമാണ്. നിങ്ങൾ രാജ്യഭാഗ്യം നേടുന്നത് എങ്ങനെയാണ്? യുദ്ധവും വഴക്കും ഒന്നും തന്നെ ഇല്ല. ജ്ഞാനത്തിന്റെയും യോഗത്തിന്റെയും കാര്യമാണ്. നമ്മൾ ആരോടും യുദ്ധം ചെയ്യുന്നില്ല. ആത്മാവിനെ പാവനമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ചെയ്യുന്നത്. ആത്മാവ് ഇങ്ങനെ പതീതമായി പോകുന്നു. അപ്പോൾ ശരീരവും പതീതമാകുന്നു. പിന്നീട് ആത്മാവിന് പാവനമായി പോകണം. വളരെയധികം പരിശ്രമമുണ്ട്. ആരെല്ലാം പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട് എന്ന് ബാബയ്ക്കറിയാൻ കഴിയുന്നുണ്ട്. ഇത് ശിവബാബയുടെ ഭണ്ഡാരയാണ്. ശിവബാബയുടെ ഭണ്ഡാരയിലാണ് നിങ്ങൾ സർവീസ് ചെയ്യുന്നത്. സർവീസ് ചെയ്യുന്നില്ല എങ്കിൽ കുറഞ്ഞ പദവി ലഭിക്കും. ബാബയുടെ അടുത്ത് സർവീസ് ചെയ്യുന്നതിനാണ് വന്നത്. പിന്നെ സർവീസ് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് പദവി ലഭിക്കും? ഈ രാജധാനിയുടെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ദാസൻ, ദാസി മുതലായവർ ഉണ്ടാകണമല്ലോ. ഇപ്പോൾ നിങ്ങൾ രാവണനിൽ വിജയം നേടി. ബാക്കി ഒരു യുദ്ധമൊന്നുമില്ല. ഇത് മനസ്സിലാക്കി കൊടുക്കണം. എത്ര ഗുപ്ത കാര്യമാണ്. യോഗബലത്തിലൂടെ നിങ്ങൾ വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നേടുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. നിങ്ങൾ കുട്ടികൾക്ക് പരിധിയില്ലാത്ത വീടിന്റെ ഓർമ്മ മാത്രമാണ് ഉണ്ടാവേണ്ടത്. ഇവിടെ നമ്മൾ പാർട്ട് അഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. പിന്നീട് തന്റെ വീട്ടിലേക്ക് പോകുന്നു. ആത്മാവ് എങ്ങനെയാണ് പോകുന്നത് ഇത് ആർക്കും അറിയില്ല. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ആത്മാക്കൾക്ക് വരിക തന്നെ വേണം. ശരി,
വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരു ദേഹധാരിയുമായും അടുപ്പം വെക്കരുത്. ശരീരം ഓർമ്മിക്കുന്നത് ഭൂതങ്ങളെ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് ആരുടെയും നാമരൂപത്തിൽ കുടുങ്ങരുത്. തന്റെ ശരീരത്തെ പോലും മറക്കണം. 2. ഭാവിയിലേക്ക് വേണ്ടി അവിനാശി സമ്പത്ത് ശേഖരിക്കണം. വിവേകശാലികളായി മാറി ജ്ഞാനത്തിന്റെ പോയിന്റുകളെ ബുദ്ധിയിൽ ധാരണ ചെയ്യണം. ബാബ എന്താണോ മനസ്സിലാക്കി തരുന്നത് അത് മനസ്സിലാക്കി മറ്റുള്ളവരെയും കേൾപ്പിക്കണം. വരദാനം: കൽപ്പകൽപ്പത്തെ വിജയിയാണ് എന്ന സ്മൃതിയുടെ ആധാരത്തിലൂടെ മായയാകുന്ന ശത്രുവിനെ ആഹ്വാനം ചെയ്യുന്ന മഹാവീരനും വിജയിയുമായി ഭവിക്കട്ടെ. മഹാവീരന്മാരായ വിജയി കുട്ടികൾ പരീക്ഷകളെ കണ്ട് പരിഭ്രമിക്കുകയില്ല. എന്തെന്നാൽ ത്രികാലദർശികളായത് കാരണം നമ്മൾ കൽപ്പകൽപ്പത്തെ വിജയികളാണ് എന്നവർക്കറിയാം. അവർ ബാബ എന്റെ അടുത്തേക്ക് മായയെ അയക്കരുതേ, കൃപ കാണിക്കൂ, ആശീർവാദം നൽകൂ, ശക്തി തരൂ, എന്ത് ചെയ്യാനാണ്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ എന്നൊന്നും പറയില്ല. ഇങ്ങനെയൊക്കെ പറയുന്നതും ദുർബലതകളാണ്. മഹാവീരന്മാർ ശത്രുക്കളെ ആഹ്വാനം ചെയ്യും. വരൂ, ഞങ്ങൾ വിജയികളാകട്ടെ എന്ന് പറഞ്ഞു വിളിക്കും. സ്ലോഗൻ: സമയത്തിന്റെ സൂചനയാണ് സമാനമാകൂ, സമ്പന്നമാകൂ. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ, ഏകതയും ഏകാഗ്രതയും സ്വന്തമാക്കൂ. ഏത് സിദ്ധി പ്രാപ്തം ആക്കണമെങ്കിലും ഏകാന്തതയും ഏകാഗ്രതയുമെന്ന വിധികളെയാണ് സ്വീകരിക്കാറുള്ളത്. താങ്കളുടെ ഓർമ്മ ചിഹ്നങ്ങളായ ചിത്രങ്ങളിലൂടെ സിദ്ധികൾ പ്രാപ്തമാക്കുന്നവർ 2 കാര്യങ്ങൾ ഇതിനായി പിന്തുടരാറുണ്ട്. അവയാണ് ഏകാന്തവാസി ആകുക, ഏകാഗ്രത. ഈ മാർഗം താങ്കളും സാകാരത്തിൽ സ്വീകരിക്കൂ. ഏകാഗ്രത കുറവാകുന്നതുകൊണ്ട് തന്നെയാണ് ദൃഢനിശ്ചയത്തിൽ കുറവുണ്ടാകുന്നത്. ഏകാന്തവാസിയാകുന്നതിൽ കുറവുണ്ടാകുന്നതുകൊണ്ട് തന്നെയാണ് സാധാരണ സങ്കല്പങ്ങളാകുന്ന വിത്ത് ദുർബലമായി മാറുന്നത്. അതിനാൽ ഈ മാർഗം സ്വീകരിച്ച് സിദ്ധി സ്വരൂപരായി മാറൂ. ഓം ശാന്തി.